ഇന്ത്യക്ക് അഭിമാനം നൽകുന്ന ഒരു വാർത്തയിലേക്ക് ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയം കുറിച്ച എലൈറ്റ് ക്ലബിൽ ഇന്ത്യയും. ഇത് ചരിത്ര നിമിഷം. ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ. 5ാം തലമുറ മിസൈലിന് ഇന്ത്യക്ക് സ്വന്തം. ഇന്ത്യ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ചരിത്ര നിമിഷം എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ശനിയാഴ്ചയാണ് മിസൈൽ പരീക്ഷിച്ചത് എന്ന് അധികൃതർ അറിയിച്ചു. നിർണായക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള കഴിവുള്ള തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയതിനാൽ മിസൈൽ പരീക്ഷണം നടത്തിയതിനെ ചരിത്ര നിമിഷമായാണ് രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചത്. ഒഡീഷയിലെ അബ്ദുൾ കലാം ദ്വീപിലെ മിസൈൽ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച മിസൈൽ പരീക്ഷണം വിജയകരമായതോടെ മിസൈൽ സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള അപൂർവം രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തിയിരിക്കുന്നു. ഇന്ത്യ മിസൈൽ പരീക്ഷണം വിജയകരമായി നടത്തിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു. ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ സുപ്രധാന നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നത് എന്ന് മന്ത്രി കുറിച്ചു. ഇതൊരു ചരിത്രപരമായ നിമിഷമാണ്. ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരമൊരു സാങ്കേതിക വിദ്യ കൈവശമുള്ളത് എന്നും പ്രതിരോധ മന്ത്രി വിശദീകരിക്കുന്നു. മണിക്കൂറിൽ 6125 മുതൽ 24,140 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും. ഇത്രയധികം വേഗത ഉള്ളതിനാൽ ശത്രുക്കൾക്ക് ഈ മിസൈലുകളെ ലക്ഷ്യമിടുക ഏറെ ശ്രമകരമായിരിക്കും. ഏത് ഭൂപ്രദേശത്തു നിന്നും ഈ മിസൈലുകൾ ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രധാന സവിശേഷത. 1500 കിലോമീറ്റർ പ്രഹരപരിധിയുള്ള മിസൈലിന് വിവിധ തരത്തിലുള്ള പേലോഡുകൾ വഹിക്കാനാകും. ഇന്ത്യ തദ്ദേശീയമായാണ് മിസൈൽ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. ഹൈദരാബാദിലെ ഡോക്ടർ അബ്ദുൾ കലാം മിസൈൽ കോംപ്ലക്സ് ഉൾപ്പെടെ DRDOയുടെ വിവിധ ലബോറട്ടറികൾ സംയുക്തമായി പരിശ്രമിച്ചാണ് മിസൈൽ വിജയകരമാക്കിയത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തടയാൻ സാധിക്കില്ല. ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ വേഗം താരതമ്യേന കുറവുകളാണെങ്കിലും പേലോഡിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡിന് പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനാകുമെന്നതാണ് ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകളുടെ പ്രത്യേകത. ബാലിസ്റ്റിക് മിസൈലുകൾ ബഹിരാകാശത്തേക്കാണ് പേലോഡുകൾ എത്തിക്കുക. തുടർന്ന് ലക്ഷ്യത്തിലേക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണം ഉപയോഗപ്പെടുത്തിയാണ് എത്തുന്നത്. എന്നാൽ ക്രൂസ് മിസൈലുകൾ സ്വയം സഞ്ചരിച്ചാണ് ആക്രമണം നടത്തുക. സാധാരണ വിമാനം ശബ്ദത്തേക്കാൾ ലേശം വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് മണിക്കൂറിൽ 900 കിലോമീറ്റർ എന്നൊക്കെ പറയാം. ജെറ്റ് വിമാനമാണെങ്കിൽ അതിന് 3 മടങ്ങ് വേഗത്തിൽ പോകും. പക്ഷേ ഹൈപ്പർസോണിക് 6 ഇരട്ടി വേഗം സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ഇതിന്റെ നേട്ടം പ്രധാനമായും ലക്ഷ്യം കാണാനുള്ള സമയലാഭമാണ്. അതിവേഗം സഞ്ചരിക്കാം. മറ്റൊന്ന്, ആർക്കും അതിവേഗം കണ്ടെത്താനോ പ്രതിരോധിക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. ഭാവിയിൽ ബഹിരാകാശ പ്രതിരോധ വ്യോമയാന രംഗങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാവുന്ന ഒന്നായിട്ടാണ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ കരുതപ്പെടുന്നത്. ഹൈപ്പർസോണിക് പറക്കൽ സാധ്യമാക്കുന്നത് സ്ക്രാംജെറ്റ് എന്ന എഞ്ചിൻ നൽകുന്ന ഊർജ്ജത്തിലാണ്. ഒരു ഹൈപ്പർസോണിക് വിമാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബൂസ്റ്റർ റോക്കറ്റുകളുടെ സഹായത്തോടെ പറന്നു പോകുന്ന വിമാനത്തിന്റെ മുൻഭാഗത്തോടുകൂടി വായു വലിച്ചെടുക്കപ്പെടും. സൂപ്പർസോണിക് വേഗത്തിലെത്തുന്ന വിമാനത്തിന്റെ ഉള്ളിലെ നോസിലറയിൽ വായുമർദ്ദം വർദ്ധിക്കുമ്പോൾ ഹൈഡ്രജൻ ഇന്ധനം നൽകും. തുടർന്നുണ്ടാകുന്ന കത്തലിൽ വലിയ ഊർജ്ജത്തിൽ വാതകങ്ങൾ പിന്നിലേക്ക് പോകുകയും വിമാനം ഹൈപ്പർസോണിക് വേഗം കൈവരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് സ്ക്രാംജെറ്റ് പ്രവർത്തിക്കുക. ഡ്യുവൽ മോഡ് റാംജെറ്റ് എന്ന പരിഷ്കരിച്ച പതിപ്പും സൂപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ സമീപ ഭാവിയിലെ ഏറ്റവും വലിയ ഉപയോഗം പ്രതിരോധ രംഗത്തായിരിക്കും. ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രതിരോധത്തിന് മുതൽക്കൂട്ടാണ്. നിലവിലെ ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ വേഗവും ക്രൂസ് മിസൈലുകളുടെ നിയന്ത്രണക്ഷമതയും ഇവ നൽകുന്നു. ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇവയെ തകർക്കാൻ സാധിക്കില്ല. നിലവിലെ മിസൈലുകളെക്കാൾ റേഞ്ചും കൂടുതലാണ്. ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്ന് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിന്റെ ഫ്ലൈറ്റ് ട്രയൽ വിജയകരമായി ഇന്ത്യ നടത്തിയിരിക്കുന്നു. ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചു എന്ന് പ്രതിരോധ മന്ത്രി കുറിച്ചു. ഇതൊരു ചരിത്ര നിമിഷമാണ്. ഈ നിർണായക നേട്ടം നമ്മുടെ രാജ്യത്തെ അത്തരം നിർണായകവും നൂതനവുമായ സൈനിക സാങ്കേതിക വിദ്യ കരസ്ഥമാക്കിയിരിക്കുന്ന ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.